Seek the Lord and his strength. Seek his presence continually. First book of Chronicles, chapter 16, verse 11. We begin with the sign of the cross in the name of the Father, the Son, and the Holy Spirit. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരുടെ അങ്ങ് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ തിന്മപ്പെട്ടവനിൽ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളില് നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ വയറ്റിലെ ഉദരഫലമായ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യമർത്ത മറിയമേ, തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. തലകളെ വണക്കി ഒരു മിനിറ്റ് ധ്യാനിക്കാം. ഞങ്ങളുടെ വഴിയും സത്യവും ജീവനുമായ യേശു എന്ന മഹാദൈവനാമത്തിൽ വിശുദ്ധ മറിയം വീടിൻ്റെ കീഴില് ലോകത്ത് പല സ്ഥലങ്ങളിലുള്ള മക്കൾ ഒന്നിച്ചുകൂടി നിന്റെ കൃപകൾക്കായി, നിന്റെ അനുഗ്രഹത്തിനായി, നിന്റെ സ്നേഹത്തിനായി, നിന്റെ രക്ഷയ്ക്കായി കൂടി വരുന്നതായ എല്ലാ ശനിയാഴ്ചയും 9:30 മണി ഇന്ത്യൻ സമയത്തില് ഈ കൂടുന്ന ഈ പ്രാർത്ഥനാ യോഗത്തിന്റെ അധ്യക്ഷനായ നാഥ, നിന്റെ ആത്മാവ് നിരന്തരമായി വ്യാപരിക്കട്ടെ. അങ്ങനെ ആത്മബലത്താൽ സൗഖ്യവും സമാധാനവും ശാന്തിയും അനുഗ്രഹീത കാലങ്ങളും എല്ലാ പ്രകാശവും നിന്റെ തിരുസന്നിധിയിൽ അപേക്ഷിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നീ ഉത്തരമരുളയണമേ. വിശുദ്ധ മറിയം വീടിനെയും ബന്ധപ്പെടുന്നവരെ അന്തേവാസികളെയും ഒരു തുള്ളി വെള്ളം തന്ന് അനുഗ്രഹിച്ചവരെയും നീ നിന്റെ വിശുദ്ധകാരമുയർത്തി നിന്റെ സ്നേഹത്തില് അവർക്ക് ആശ്വാസവും നന്മകളും കൊടുക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തില് അമ്മയുടെ മധ്യസ്ഥ യാചനകളാൽ തന്നെ. ആമീൻ. Psalms 121. I will lift up my eyes to the hills, from whence comes my help. My help comes from the Lord who made heaven and earth. He will not allow your foot to be moved. He who keeps you will not slumber. Behold, he who keeps Israel shall neither slumber nor sleep. The Lord is your keeper, the Lord is your shade at your right hand. The sun shall not strike you by day, nor the moon by night. The Lord shall preserve you from all evil. He shall preserve your soul. The Lord shall preserve your going out and your coming in, from this time forth and even forevermore. Amen. This is the word of the Lord. Thanks be to God. മൽപ്രിയനേ, എന്റെ സുനായകനേ, എപ്പോൾ വരും എൻ കണ്ണീർ തുടച്ചിടുവാൻ, അങ്ങേ ആശ്ലേഷിപ്പാൻ എന്നേശുവേ വാനമേഘേ വേഗം വന്നിടണേ. എന്നേശുവേ വാനമേഘേ വേഗം വന്നിടണേ. മധ്യാകാശേ സ്വർഗീയ ദൂതരുമാ വന്നിടുമ്പോൾ എനിക്കായി മുറിവേറ്റതാ ആ പൊന്മുഖം മുത്തുവാൻ വെള്ളത്തിനായി
കേഴുന്ന വേഴാമ്പൽ പോൽ വാഞ്ചിക്കുന്നേ വെള്ളത്തിനായി. കേഴുന്ന വേഴാമ്പൽ പോൽ വാഞ്ചിക്കുന്നേ വെണ്മാവസ്ത്രം ധരിച്ചുയർത്ത വിശുദ്ധ സംഗമതിൽ ചേർന്നു നിൻ സവിധേ വന്നു ഹല്ലേലൂയ പാടുവാൻ. ബുദ്ധിയുള്ള നിർമ്മല കന്യകെ പോൽ ഒരുങ്ങുന്നേ. ബുദ്ധിയുള്ള നിർമ്മല കന്യകെ പോൽ ഒരുങ്ങുന്നേ. മൽപ്രിയനേ എന്നേശുനായകനേ എപ്പോൾ വരും. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സാംസ് 91. അത്യുന്നത മറയിൽ വസിക്കുകയും സർവശക്തന്റെ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവമെന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തൻ്റെ തുവരുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവൻ്റെ ചെറുകിൽ നീ ശരണം പ്രാപിക്കും. അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാവുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ട് സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്തെ 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോടെ അടുത്തു വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവയെ നീ എൻ്റെ സങ്കേതമാകുന്നു. നീ അത്തുടനെ എൻ്റെ വാസ്തലമാക്കിയിരിക്കുന്നു. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്നെ കൂടാരത്തിന് അടുക്കയില്ല. നിന്റെ എല്ലാ വഴികളും നിന്നെ കാക്കേണ്ടതിനെ അവൻ നിന്നെ കുറിച്ച് നിന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിനെ അവൻ നിന്നെ കയ്യിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൽ മേൽ അണയിൽ മേൽ നീ ചവിട്ടും. ബാലസിംഹത്തെ മേൽ പാമ്പിനെ നീ മെതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ ഉത്തരമരുളും. കഷ്ടകാലം ഞാൻ അവനോടുകൂടെ ഇരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവൻ തൃപ്തി വരുത്തും. എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. ദൈവമേ സ്നേഹിക്കുമാവുന്നു പറയും. While the world looks upon me as I struggle along, they say I have nothing, but they are so wrong. In my heart I'm rejoicing, how I wish they could see. Thank you, Lord, for your blessings on me. Let us pray. Abba, Father, we bow our heads before your throne of praise in all humility to worship you, to praise you. In faith, we believe in the word of the Lord that is so powerful. As in Jeremiah 33:3, call unto me and I will answer thee and show thee great and mighty things which thou knowest not. With hope and gratitude, we gather as a family for your amazing power and blessings in our lives. Help us to fix our eyes and our hearts to do your will and to serve the poor and the homeless. Week after week, we pray for the needs of others, for all our families, and for us in Mary and Vishuddha home. Thank you, Master, for protecting us all under your divine wings. The people of Israel cried out and prayed to the Lord, and you answered all their prayers. It is you, my Lord, who leads and directs our life. Hallelujah. Master, we call unto you with trustful faith for this Vishuddha home, this vision that you have given to our dear Paulus Sachin. In all his true dedication, may this mission be fulfilled with your mighty power and grace. This power that raised Lazarus from the grave and made the lame walk. May this your home for the abandoned, the destitutes and the have-nots be a beacon of light and a place of comfort and consolation, and stand as a testimony of your true love to glorify your precious name. Nothing is too difficult for you, Lord. May the living word of God go deep into our hearts, inspiring in us the true spirit of giving and sharing,
enabling us to continue and complete this mission of our Vishuddha home. We submit this our St. Mary and Vishuddha home in your loving hands. Father, may our free community kitchen satisfy the greatest hunger of mankind. May every hand that prepares the food and every heart that gives be blessed. We pray for all ardent supporters, all our sponsors for the home and for the one-day meal, especially for those families who have sponsored the one-day meal for the whole of this week. We pray for those who have generously donated all our rice bag requirements every month. We pray for our dear Trimeni and all our dear Achans who lead us in prayer and for the Holy Kurbana at St. Joseph's Chapel, Trishul. We pray for all our life members, all our well-wishers from other communities and other religions for their loving support to our home, and may they all be blessed for their continued support and help. We uphold all our dear doctors and nurses for the charitable and caring services to all our residents in our home. We pray for all our dear service providers and all our staff members who tirelessly serve with such true commitment and affection to all the members of our Vishuddha home. We pray that you bless all our ardent members who help us in our online media postings, creating a great impact to serve and help the poor and the abandoned. May all our prayers be blessed with your grace. We submit all our dear families into your loving hands. We pray for all those who are sick and those who are in need of our prayers. Master, may the Holy Spirit guide and bless us in the completion of our ongoing projects, our palliative care home and our retreat center. Help us, Lord, to face all the hurdles and obstacles that come in the way of our mission work. Your ways, Lord, are greater than our ways. As you are going to make the dedication of our care home and our retreat center possible by January 2025. Thank you, Lord, for answering all our prayers, as this is your promised word. Nothing is impossible for you, Master. David cried out to you and prayed, and you saved him from the lion's den. You answered the tearful prayers of Elijah. Trust in you and may this power answer all our prayers. Father, we pray for the support given for the project Roof for the Roofless, and may many more sponsors open their hearts for this noble deed. We also pray for the need of a lift for a palliative care home. It is the Lord's doing, and this miracle is going to happen before our own eyes. Let his precious name be glorified. You are our living God. You are our refuge and our strength. You are a miracle God, O Prince of miracles. There is victory in the precious blood of Jesus. You are the Alpha and the Omega. May the unfailing love of our resurrected Lord be with us all as we put all our hope and trust in you and you alone. Help us, Lord, to be mindful of the needs of others and to give generously and joyfully. And in doing this, we are fulfilling your will alone, as all that we have belongs to you, Lord, and these are your gifts to us. Father, open our hearts to share this joy with the least of our brethren. We offer all our prayers to you, Lord, you who has taught us to love one another as you have loved us. Egova Ire El Shaddai, Veeranam Devam Alpadam Mandri, Saukyamam Prabhu. Amen and Amen. ബാലകുമാർ വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തലന്മാർ മടങ്ങി വന്നിട്ട് തങ്ങൾ ചെയ്തതൊക്കെയും അവനോട് അറിയിച്ചു. അവൻ അവരെ കൂട്ടിക്കൊണ്ട് ബത്സയിദ എന്ന പട്ടണത്തിലേക്ക് തനിച്ചു വാങ്ങിപ്പോയി. അത് പുരുഷാരമറിഞ്ഞ് അവനെ പിന്തുടർന്നു. അവൻ അവരെ കൈക്കൊണ്ടു ദൈവരാജ്യത്തെക്കുറിച്ച് അവരോട് സംസാരിക്കുകയും രോഗശാന്തി വേണ്ടിയവരെ സൗഖ്യമാക്കുകയും ചെയ്തു. പകൽ കഴിവാറായപ്പോൾ 12 അടുത്തു വന്ന് അവനോട്, ഇവിടെ നാം മരുഭൂമിയിലായിരിക്കൊണ്ട് പുരുഷാരം ചുറ്റുമുള്ള ഊരുകളിലും കുടികളിലും പോയി രാത്രി പാർപ്പാനും ആഹാരം വാങ്ങുവാനും വേണ്ടി അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. അവൻ അവരോട്, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറഞ്ഞതിന് 5 അപ്പവും 2 മീൻ അല്ലാതെ അധികം ഞങ്ങളുടെ പക്കൽ ഇല്ല,
ഞങ്ങൾ പോയി ഈ സകല ജനത്തിനും വേണ്ടി ഭോജ്യങ്ങൾ കൊള്ളണമോ എന്ന് അവർ പറഞ്ഞു. ഏകദേശം 5000 പുരുഷന്മാർ ഉണ്ടായിരുന്നു. പിന്നെ അവൻ തൻ്റെ ശിഷ്യന്മാരോട് അവരെ 50 വീതം പന്തിയായി ഇരുത്തുവീൻ എന്ന് പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തു. എല്ലാവരെയും ഇരുത്തി. അവൻ ആ 5 അപ്പവും 2 മീനും എടുത്തുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കി അവയെ അനുഗ്രഹിച്ചു, നുറുക്കി പുരുഷാരത്തിന് വിളമ്പുവാൻ ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തു. എല്ലാവരും തൃപ്തരായി. ശേഷിച്ച കഷ്ണം 12 കുട്ട എടുത്തു. ദൈവമായ കർത്താവിന് സ്തുതി. ദൈവവചന ശുശ്രൂഷയാണ്. യേശു എന്ന സ്വർഗീയ പിതാവും രക്ഷകനുമായ ഏകനായ ദൈവവും കർത്താവുമായവന്റെ അത്ഭുത ഹസ്തങ്ങള് ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ ഉണ്ടാകട്ടെ. 5 അപ്പം കൊണ്ടും 5000 പുരുഷന്മാരെയും അനേകായിരം സ്ത്രീകളെയും കുട്ടികളെയും തീറ്റിപ്പോറ്റിയ ആ ക്രിസ്തുവിൻ അനുഗ്രഹീത ഹസ്തങ്ങൾ നമ്മൾ ഒന്നുമില്ലായ്മയോ ചെറുതോ ഉള്ളതെന്ന് തോന്നുന്നതെല്ലാം അവന്റെ കരങ്ങളിൽ സമർപ്പിക്കുകയും അതുപോലെ അത് 100ഉം 1000ഉം ഇരട്ടിയായി വർദ്ധിപ്പിക്കുകയും അനേകർക്ക് അത്ഭുതങ്ങളായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവെ നിന്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കട്ടെ. സെന്റ് ലൂക്ക് ചാപ്റ്റർ 9 വേഴ്സസ് 10 to 17 അതാണ് വായിച്ചു കേട്ടത്. അതിൽ 11-ാം വാക്യം എങ്ങനെയാണ് പറയുന്നത്? He talked about the kingdom of God and he healed the sick, those who needs it. അവൻ ദൈവരാജ്യത്തെ പറ്റി പ്രസംഗിക്കുകയും രോഗസൗഖ്യം ആവശ്യമുള്ളവരെ എല്ലാം സൗഖ്യപ്പെടുത്തുകയും ചെയ്തു. ആമുഖം ഇങ്ങനെ ഓർപ്പിക്കുകയാണ്, ജോലി സ്ഥലത്ത് കടൽ മീറ്റിംഗ് എന്ന് പറയും. അതായത് രാവിലെ ജോലിയുടെ ഇടയ്ക്ക് എല്ലാ ജോലിക്കാരും മാനേജറും ഡോക്ടേഴ്സ് എല്ലാം കൂടിയിട്ട് അന്നത്തെ കാര്യങ്ങളെ പറ്റിയുള്ള സംസാരത്തിനാണ് കടൽ എന്ന് പറയുന്നത്. കടൽ മീറ്റിങ്ങിൽ in between I also entered that. Immediately the team lead asked, could you describe yourself within 3 English words? 3 വാക്കുകളിൽ എന്നെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യണം. Spontaneously the answer come, son of Jesus. യേശുവിൻ്റെ മകനാണ്. എല്ലാ മക്കളോടും യേശു സംസാരിക്കുന്നത് യേശുവിൻ്റെ മകളും മകനുമാണ് നമ്മളെന്ന് മറക്കരുതെന്ന് ഓർപ്പിക്കുന്നു. ആയതുകൊണ്ട് യേശു എന്തു ചെയ്തോ അവൻ്റെ മക്കളും അതുപോലെ തന്നെ ചെയ്യണം. അവൻ്റെ അടുക്കൽ ഇതായിരുന്നു ഉള്ളത്. അവൻ്റെ തിരുസന്നിധിയിൽ വചനം കേൾക്കുവാൻ വന്ന 10,000 ജനത. അവിടുത്തെ കണക്ക് പ്രകാരം 5000 പുരുഷന്മാരാണെങ്കിൽ അവരുടെ സ്ത്രീകളും 5000 പേരായി. അവൾ 3, 4, 5 കുട്ടികളുണ്ടെങ്കിൽ 30,000 40,000 ആൾക്കാരുണ്ടായി. അപ്പൊ വൈറ്റായി ഇരുട്ടായി വിൽഡർനെസ് ആണ്. അവിടെ ആഹാരത്തിന് ഒരു വകയില്ല. അപ്പൊ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു തരവില്ല അവരെ തീറ്റിപ്പോറ്റാനായിട്ട്. പക്ഷെ ക്രിസ്തു അവരോട് പറയുന്നത് നിങ്ങൾ അവർക്ക് ആഹാരം കൊടുക്കണമെന്ന്. അപ്പൊ അവർ പറയുന്നത് ഞങ്ങൾക്കറിയാം, ഒരു പയ്യന്റെ കയ്യിൽ only 5 loaves of bread and 2 fish. 5 അപ്പവും 2 മീനും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയാ 30,000 ആൾക്കാരെ തീറ്റിപ്പോറ്റുന്നത് എന്ന് അവർ ചോദിക്കുകയാണ്. ഇറ്റ്സ് എ കോമൺ ക്വസ്റ്റ്യൻ, എ ഹ്യൂമൻ ആസ്പിറേഷൻ അല്ലെങ്കിൽ ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ് ഹൗ ടു ഫീഡ് ദിസ് കൈൻഡ് ഓഫ് പീപ്പിൾ. അപ്പൊ ക്രിസ്തു അവർ പറഞ്ഞ കാര്യം, വാട്ട് എവർ യു ഹാവ് ബ്രിങ് ടു മീ. ഇതാണ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. നമ്മൾക്ക് ഓരോരുത്തർക്കും തോന്നാറുണ്ട്, എൻ്റെ കഴിവ് കുറവാണ്, സൗന്ദര്യം കുറവാണ്, വിദ്യാഭ്യാസം കുറവാണ്, ഫാമിലി സ്റ്റാറ്റസ് കുറവാണ്, അല്ലെങ്കിൽ പണം കുറവാണ്, അങ്ങനെ പല മേഖലയിലും കുറവുണ്ടെന്ന് തോന്നും. ക്രിസ്തു പഠിപ്പിക്കുന്നതല്ല, അങ്ങനെയല്ല. നമുക്ക് എന്തെല്ലാം കുറവോ കഴിവുകളോ ഉണ്ടോ അതെല്ലാം എൻ്റെ തിരുസനിൽ കൊണ്ടുവന്നാൽ അത് 100ഉം 1000ഉം 10,000ഉമായിട്ട് വർദ്ധിപ്പിക്കുവാൻ ജനങ്ങളുടെ ആവശ്യത്തിന് എനിക്ക് സാധിക്കുമെന്നാണ് ക്രിസ്തു ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ കയ്യിൽ കൊടുത്ത 5 അപ്പവും 2 മീനും അവർ വാഴ്ത്തി
സ്തോത്രം ചെയ്ത് ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്ത് എല്ലാവരെയും ഡിസിപ്ലിൻഡ് ആയിട്ട് ഇരുത്താൻ പറഞ്ഞിട്ട് വിളമ്പാൻ പറഞ്ഞു. വിളമ്പി കഴിഞ്ഞിട്ട് ഉത്തരമാണ് 5000 പുരുഷന്മാരെ, സ്ത്രീകളെ കൂടാതെ കുട്ടികളെ കൂടാതെ. വീണ്ടും ശേഷിച്ച് നഷ്ടപ്പെടുത്താൻ പറഞ്ഞില്ല. 12 കുട്ടകളിൽ അവർ ശേഖരിച്ചു, വീണ്ടും ആവശ്യക്കാർക്ക് കൊടുക്കുവാനായി. ഇവിടെ നമ്മുടെ ജീവിതത്തിലെല്ലാം വൺ ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടേതായ കമ്മ്യൂണിറ്റി ഫ്രീ കിച്ചനാണ്. അത് ആരംഭം കുറിക്കുമ്പോൾ എങ്ങനെയാണ് ആഹാരം ഇത്രയും ആൾക്കാർ അവിടെ വരുന്നവർക്ക് ഫ്രീ ആഹാരം കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദ്യമായിരുന്നു. വിത്ത് എ ഫ്രീ ഹാൻഡ് I explained Baiju only firstly extended 10,000 ഇന്ത്യൻ രൂപ ഇത് നടത്താനായിട്ട്. അന്ന് 2 വർഷം മുമ്പത്തെ കാര്യമാണ് പറയണത്. പിന്നെ എങ്ങനെയാ നടത്തുന്നത് അറിയില്ല. Then we started it. We constructed the building. Volunteers, we got it. Now the rice bag we are getting. Now 35, 40, 45, that depends upon the days. ആര് വന്നാലും സുഭിക്ഷമായി രുചികരമായി ഭക്ഷണം കൊടുത്ത് സംതൃപ്തരായി വിടാനായിട്ട് അന്നദാനമാണ് ഏറ്റവും വലിയ ദൈവ സർവീസ് എന്ന് ഭാരതത്തിലൊരു ചൊല്ലുണ്ട്. അതുകൊണ്ട് അപ്രകാരം അത്ഭുതകരമായി 5 അപ്പത്തെയും 2 മീനെയും കൊണ്ട് ഇത്രയായിരം ജനതയെ പോഷിച്ച യേശു ഇന്നും നമ്മുടെ ഹോമില് ഫ്രീ കിച്ചൺ നടത്തി തരികയാണ്. അവന് സ്തുതി. അതിനുവേണ്ടി സഹായിച്ചവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ മകനും മകളുമാണ് ഞാനും എന്ന് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. വാട്ട് ഈസ് അവർ സ്റ്റാറ്റസ്? ഡിസ്കവർ യുവർസെൽഫ്, ഹൂ യു ആർ ഓർ ഹൂ ആം ഐ. ആ ചോദ്യം ഇപ്പോൾ ചോദിക്കൂ, ഞാൻ ആരാണ്? ഞാൻ ഈ ഭൂമിയിൽ മാത്രമല്ല, നിത്യതയിലും യേശുവിന്റെ മകനും മകളുമായി പാട്ടുപാടി പ്രകാരം അങ്ങനെ അത്ഭുത ലോകത്ത് ആ പ്രകാശ ഗോളത്ത് ഞാനും നിങ്ങൾ നിത്യയിൽ ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചെറിയ കരങ്ങൾ നീട്ടിയത് ഈ ബാലന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും പോലെ ആകട്ടെ നമ്മൾ കൊടുക്കുന്നതെല്ലാം എന്ന് ഓർപ്പിക്കുന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും നമ്മുടെ സാമൂഹ്യ മേഖലകളിലെല്ലാം കഴിവില്ല എന്ന് പറയാതെ എൻ്റെ യേശുവിൽ ഞാൻ എല്ലാത്തിനും ശക്തനാണെന്ന് പറയുന്ന ദൈവശബ്ദം, ബൈ ദ പവർ സ്ട്രെങ്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഐ ക്യാൻ ഡു ഓൾ തിങ്സ് എന്ന് പറയുന്ന ആത്മാവ് നൽകട്ടെ. മേ ഗോഡ് ബ്ലസ് യു ഓൾ. പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും ദൈവാത്മാവിൻ നിറഞ്ഞ സഹവാസവും സംബന്ധവും യേശു എന്ന മഹാദൈവമേ ഈ പ്രാർത്ഥനാ മീറ്റിങ്ങിലും ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്ത പ്രാർത്ഥനയിലും ഉണ്ടാകട്ടെ. യേശുവിൻ നാമം മഹത്വീകരിക്കുമാറാകട്ടെ. ആമീൻ.